May I come in, sir? Yes. ഒന്ന് നിന്ന് കസേര എനിക്ക് തല കറങ്ങുന്നു. ആളിറങ്ങാനുണ്ട്. Yes, may I come in? Sir, മുഖത്തേക്ക് നോക്ക്. ഈ ശരീരത്തിന് മുകളിൽ ഒരു തലയും ഉണ്ടായിരുന്നു. അത് ശരി. അതെ, കുട്ടി ഇവിടെ ജോലിക്ക് വന്നാണോ അതോ ക്യാബറ ഡാൻസിന് വന്നാണോ? ലുക്ക്, ഇമാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് ഓഫീസിൽ വന്നാൽ മറ്റുള്ളവരുടെ കൺട്രോൾ പോകും. എന്നെ പോലെ മറ്റുള്ളവർക്ക് അടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. കുട്ടിക്കറിയോ, കേരളത്തിലെ ഒട്ടുമിക്ക പുരുഷന്മാരും ഒരു പ്രഷർ കുക്കർ പോലെയാണ്. ഇമാതിരി കോലങ്ങൾ കണ്ടാൽ ആ പ്രഷർ കുക്കറിന്റെ സമ്മർദ്ദം മൂത്ത് 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 അവസാനം നീരാവിയോട് കൂടി ഒരു വിസിലിംഗ് വരും. ആ വിസിലിങ്ങിനെയാണ് കുട്ടി സ്ത്രീ പീഡനം എന്ന് പറയുന്നത്. അതുകൊണ്ട് കാര്യമായിട്ട് സാറ് പറയുകയാണ്, മേലിൽ ഇമാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് മറ്റുള്ളവരുടെ സേഫ്റ്റി വാൽവ് തകർക്കരുത്. പ്ലീസ് ഗോ ഗെറ്റ് ഔട്ട്. എന്റെ വാൽവ് ഉപ്പിട്ടൊരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചില്ലേ സാർ? ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണല്ലേ? സാർ. സിറ്റ് ഡൗൺ. താങ്ക് യു. പേരെന്താന്ന് പറഞ്ഞേ? പറഞ്ഞിട്ടില്ല. എന്താ പറയില്ലേ? പറയും. എങ്കിൽ പറ. ആന്റണീന്നാ. എന്ത് ഗണി? ആന്റണി. ഗുഡ് നൈം, ആന്റി ഗണി. ശ്രദ്ധിക്കാം, സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കാള കിടക്കും കയറോട്. എന്ത് അറിയില്ല? പരമകഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 2 മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. എന്താണ്? പെട്ടെന്ന് പറ. അറിയില്ല? കഷ്ടം. എന്നാൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിന് ഇതിനേക്കാൾ വെറും ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാം. സൈക്കിൾ വട്ടത്തി ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്നത് എന്തുകൊണ്ട്? അതും അറിയില്ല? ഇരിക്കടോ. പിന്നെ എന്തിനാ നിങ്ങൾ ഡ്രൈവർ പണിക്കെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഓടി വന്നത്? ശരി, അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും. അതിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ഡ്രൈവർ പണി ചെയ്യാം. ക്വസ്റ്റ്യൻ ആലോചിച്ച് മാത്രം ഉത്തരം പറയുക. കിക്കിലിക്കും കിളികിൽക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. കറക്റ്റ് ആൻസർ. ഇവനൊന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മിന്നുമോള് പല പ്രാവശ്യം ഇവനോട് പറഞ്ഞിട്ടുള്ളതാ ഈ കസേര കയറി ഇരിക്കരുതെന്ന്. ഞാനൊന്ന് വിളിക്കട്ടെ? ഞാൻ പറഞ്ഞാൽ അവൾ എത്രത്തൊന്നും പറയില്ല. കാരണം നാളെ അവൾ എന്റെ മകന്റെ ഭാര്യയായിട്ടതാ. അതിനു മുമ്പ് ഞങ്ങൾ ഒളിച്ചോടി. ഹലോ മോളെ, ഒന്നും നടക്കില്ല. ഇവിടെ ഡ്രൈവറെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഒരാള് വന്നിട്ടുണ്ട്. മിടുക്കന. എനിക്ക് അവരുടെ സംസാരം വളരെ ഇഷ്ടപ്പെട്ടു. ശരി മോളെ. നടക്കില്ല. എടാ, ഇവനെ അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്റെ പട്ടി പോകും. അങ്ങനെയാണെങ്കിൽ അമ്മാവും കൊണ്ട് പോക്കോ. ഞാൻ മിന്നുമ്പോളോട് വിളിച്ചു പറഞ്ഞേക്കാം. അത് വേണ്ട. അതെ, ഇതിനൊക്കെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. എന്താ അത്? ഐ ഡോണ്ട് നോ ടു വറി ഇമ്മീഡിയറ്റ്ലി സാലുട്ടിഫിക്കേഷൻ ഇൻ ദ വേ. വാട്ട് മൈ ഫ്രണ്ട്സ്, വാട്ട് മൈ പ്രോബ്ലം? എന്ന് വെച്ചാൽ നീ നന്നായാൽ നിനക്ക് കൊള്ളാന്ന്. വാടോ. ഇവനോട് പറഞ്ഞതാ. വാടോ. കൂടുതൽ ചാരണ്ട, തന്റെ കറുപ്പതിൽ പിടിക്കും. പിന്നെ എന്റെ തന്തയ്ക്ക് വിളിച്ച തനിക്ക് ഇവിടെ ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി അഥവാ കിട്ടിയാൽ തന്നെ ഗിയർ മാറ്റുമ്പം പോലും മിന്നുവിനെ വിളിച്ച് അനുവാദം വാങ്ങിയിരിക്കണം. അത്തരം കാര്യങ്ങളിൽ മിന്നു കർക്കശക്കാരിയാണ്. നോക്കിയോ. ഹലോ മിന്നുമോളെ, മഞ്ജുലേട്ടൻ ഗിയർ മാറ്റട്ടെ? ഫസ്റ്റ് ഗിയറിലിട്ടോ മഞ്ജുലേട്ടാന്ന്. പാവം, അമ്മായി മരിക്കുമ്പോൾ മിന്നുമോൾക്ക് 12 വയസ്സായിരുന്നു. അന്നാണ് അവളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചത്. എന്ത് ദുരന്തം? ഐ മീൻ ട്രാജഡി. കളിച്ച് ചിരിച്ച് പ്രണയിച്ച് SMS അയച്ച് ആടിപ്പാടി നടക്കേണ്ട പ്രായത്തിൽ, അതായത് വെറും 12ാമത്തെ വയസ്സ്, പാവ മിന്നുമോള് പെട്ടെന്ന് പ്രായപൂർത്തിയായി. ഐ മീൻ പക്വതയ്ക്ക് അഡിക്റ്റായി പോയി. മിന്നുമോളെ, മിന്നുമോളെ, മഞ്ജുലേട്ടൻ വന്നടി. മിന്നു. എടാ മഞ്ജുള, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, യാതൊരു ലൈസൻസും ഇല്ലാതെ മിന്നു വിളിച്ചോണ്ട് അവിടെ പുറകെ നടക്കരുതെന്ന്. അവളെ ഞങ്ങളുടെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണ, അതറിയോ? എന്റെ അമ്മാവന്റെ മകളെ പേരെടുത്ത് വിളിക്കാൻ ഞാൻ ഇനി ഈ വീട്ടിൽ ലൈസൻസ് എടുക്കണോ? നീ വിളിച്ചോടാ മോനെ. അതെ, ഇവന് മിന്നുവിനോടൊരു മോഹം ഉണ്ടെങ്കിൽ ഏട്ടൻ മിന്നുവിനെ ഇവന് തന്നെ കെട്ടിച്ചു കൊടുക്കും. ഞാൻ ഒരു വാക്ക് പറഞ്ഞാ മതി. ഈശ്വര, ഏതാണമ്മേ ആ വാക്ക്? ഞാൻ എഴുതിയെടുക്കും. പോടാ കിഴങ്ങ. പോടാ കിഴങ്ങ. അമ്മ ഇത് കുഴപ്പമില്ല. എടാ മണ്ടാ, എന്താ അമ്മേ? നീ മിന്നുവിന്റെ ഭർത്താവായി കാണാനല്ല ഈ അമ്മയുടെ ആഗ്രഹം. പിന്നെ മിന്നു ഗ്രൂപ്പിന്റെ മാനേജർ ആവണം. അതാണോ അമ്മയുടെ അന്ത്യാഭിലാഷം? അതെ. എങ്കിലത് നടക്കില്ല അമ്മേ. അതെന്താ? ഓഫീസിൽ ഒരു മോണോവർമ്മ, വീട്ടിൽ മോണോവർമ്മയുടെ ഭാര്യ സ്റ്റീരിയോ ചന്ദ്രമതിയാണ്. ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് നമ്മളെ വഴിയാതാരാക്കും അമ്മേ. അതിനിപ്പോ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ?
ഇന്ന് ഡ്രൈവറാകാൻ വന്നവൻ മോണു വർമ്മയുടെ ഒത്താശയോടെ പരസ്യമായിട്ട് എന്നെ തന്തയ്ക്ക് വിളിച്ചു. ഞാൻ ദേ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അയ്യോ, എവിടെയാ മിടുക്കൻ? ഞാനൊന്ന് കാണട്ടെ. കാണിച്ചുതരാം, വാ. അയ്യോ, അവനെ വെറുതെ വിടരുത് മോനെ. ബാല്യക്കാരെ കൊണ്ട് തല്ലിക്കണം. എന്നിട്ട് വേണം എന്റെ പൊലവുളി അടിയന്തരം ഈ വീട്ടിൽ വെച്ച് നടത്താൻ. അതൊന്നും വേണ്ട. അമ്മാവനോടൊന്ന് പറഞ്ഞാ മതി അവനെ ഡ്രൈവറാക്കണ്ടെന്ന്. ഞാൻ ഏട്ടനെ ഒന്ന് കാണട്ടെ. കൊള്ളാം. ഇന്റർവ്യൂവിന് വന്ന ദിവസം തന്നെ നീ എന്റെ മരുമകന്റെ അച്ഛനെ വിളിച്ചു. സാർ താൻ ഒന്നും പറയണ്ട. ഈ നിൽക്കുന്നത് ആരാണെന്ന് തനിക്കറിയാമോ? എന്റെ ഒരേ ഒരു സഹോദരി, ഇവളുടെ മകനും, അതായത് എന്റെ മരുമകൻ. എടോ, എന്റെ ശാരദ ഭർത്താവിന്റെ കൂടെ കുറച്ചു കാലം മാത്രമേ ജീവിച്ചുള്ളൂ. ഇവന്റെ കുഞ്ഞിക്കാല് കണ്ടതിന് ശേഷം പിന്നെ എന്റെ ശാരദയ്ക്ക് ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്റെ പൊന്ന അന്നി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇനി വന്നേ. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. അതുകൊണ്ട് ആന്റണിയെ ഇവിടുത്തെ ഡ്രൈവറായി നിയമിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞാ പോരല്ല. മിന്നുന്റേതാ അവസാന വാക്ക്. അവസാന വാക്ക് മിന്നുന്റേതാ, പക്ഷെ തീരുമാനമെന്നും എന്റെ അമ്മയുടേതാ. മിന്നുമോളെ, ഇവനെ എന്റെ തന്തയ്ക്ക് അറിഞ്ഞു. മഞ്ജുലേട്ടാ, കാറിന്റെ ചാവി എന്റെ കയ്യിലുണ്ട് മോളെ. മോൾക്ക് എവിടെ പോണോന്ന് പറഞ്ഞാ മതി. മഞ്ജുലേട്ടൻ റെഡി. പറഞ്ഞ കേട്ടില്ലേടെ, ഇറങ്ങി പോടാ. ആ ചാവി അയാളുടെ കയ്യിൽ കൊടുക്കും. മിന്നുമോളെ, പറഞ്ഞേ കേട്ടില്ലടാ. എന്നാടാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോണു. മഞ്ജുലേട്ടൻ ഗിയർ മാറ്റട്ടെ? മാഡം ഗിയർ മാറട്ടെ? പേര് ആദിത്യവർമ്മ. രാജരക്തത്തിൽ ജനനം, എന്റെ കൈകൊണ്ട് മരണം. ആദിത്യവർമ്മ. യെസ്. മാഡം, ഗുഡ് മോർണിംഗ്. യു ആർ എ ബെസ്റ്റ് പെർഫോമിംഗ് ആർട്ടിസ്റ്റ്. താങ്ക്സ്. ആണോ? മുഖത്ത് നവരസങ്ങൾ ഇങ്ങനെ അലതലകയല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ തല്ലാറുണ്ട്. കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ടോ? ഓ മൈ ഗോഡ്. ആ രൂപ വേണ്ടല്ലേ? ടെക്നോളജിയുടെ ഒരു പോക്കേ. ആളറിയാതെ പറ്റിയതാ. ഇരിക്കാനല്ലേ പറഞ്ഞേ? ആ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങ് തരൂ. എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട്. നിനക്കെന്താടാ വല്ല മൂൽ ഇങ്ങനെ മിന്നുമോളെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടാ നോക്ക്. സപ്രത്തിന് വേറെന്തോ പറയാൻ വന്നാണ് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. വേണ്ടായിരുന്നു. ഇതിനകത്ത് സ്കാനിംഗ് റിപ്പോർട്ട് ഇല്ലല്ലോ. സ്കാനിംഗ് റിപ്പോർട്ടോ? ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഹോൾ ബോഡി സ്കാനിംഗ് റിപ്പോർട്ട് നിർബന്ധം. അത് മാത്രം പോരാ, നീ രാജരക്തത്തിൽ പിറന്നാണോന്ന് അറിയാൻ വേണ്ടിട്ട് രക്തം, കഫം, മലം, മൂത്ര എല്ലാം എനിക്ക് ടേസ്റ്റ് ചെയ്യണം. ഇല്ലേ മിന്നു? എത്രയും പെട്ടെന്ന് സ്കാനിംഗ് റിപ്പോർട്ട് കൊണ്ടുവരും. ഇത് മിന്നുവിന്റെ പുതിയ തീരുമാനമാണ്. ഇതറിയാതെ പലരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ശരിയാക്കി തരാം. മാഡം, ആളറിയാതെ പറ്റിപ്പോയ അബദ്ധത്തിന് ക്ഷമ ചോദിക്കുന്നു. അതിനുള്ള ശിക്ഷയാണ് ഈ സ്കാനിംഗ് എങ്കിൽ ഞാൻ ചെയ്തിട്ട് വരാം. പക്ഷേ ഈ വേക്കൻസിയിൽ എന്നെ തന്നെ പരിഗണിക്കണം. ഇയാൾ അധികം സംസാരിക്കണ്ട, പോയി സ്കാനിംഗ് റിപ്പോർട്ടുമായി വാ. എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. ആദിത്യവർമ്മ, ഒരു ടൈ കെട്ടിയത് കൊണ്ട് മാത്രം ഒരാണും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവില്ല. ചെല്ല്. മേഡം, ഇതുവരെ ഇല്ലാത്ത ഓരോ നിയമങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ പറഞ്ഞു പോട്ടാ. എനിക്കാണ് ഈ ഹെർണിയുടെ അസുഖങ്ങളിൽ ഒരാഴ്ചയായിട്ട് മൂത്രം പോട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ സ്കാൻ ചെയ്യണം, മലമൂത്രമൊക്കെ പരിശോധിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം? അല്ലേ? ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. അതെ, മിന്നു മനസ്സിൽ തീരുമാനിക്കുമ്പോൾ ഞാൻ മദ്രാസിൽ കാണും. നിങ്ങൾ ചെല്ല്. പെട്ടെന്ന് പോകാം. ദേവി സ്കാൻ സെന്ററിൽ ചെന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. എല്ലാരും പോണോന്നില്ല. എല്ലാവരുടെ മൂത്രവും കൂടെ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു വാങ്ങിച്ചിട്ട് നീ കൊണ്ടുപോയാൽ മതി. സ്കാൻ ചെയ്തില്ലെങ്കിൽ എല്ലാത്തിന്റെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യൂന്ന് പറഞ്ഞപ്പോ സത്യം എല്ലാരും പേടിച്ചു പോയി. മഞ്ജുലേട്ടൻ പോ.
അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ടെസ്റ്റ് ചെയ്ത്. Get out. ശരി.